കൊടുക്കും. നമുക്ക് ഇന്നുണ്ടല്ലോ മസാല ദോശ, നല്ല എരിവുള്ള തേങ്ങ ചമ്മന്തിയാണ്. ഈ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ ദോശ ഉണ്ടാക്കണേന്ന് അറിയോ? നമുക്ക് വേറെ വഴിയില്ല. നമ്മുടെ ഉണ്ടായിരുന്ന നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ അകത്ത് ഞാൻ അടച്ചുടാൻ വേണ്ടി വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് പിന്നെ ദോശ ഉണ്ടാക്കാൻ ഫുൾ ഒട്ടിപ്പിടിച്ച് പോവാണ്. എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് നമുക്ക് പ്രശ്നം വന്ന കാരണം പുതിയ നമ്മുടെ ദോശത്തവ ഓൺ ദ വേ ആണ്, ഉടനെ എത്തും കേട്ടോ. അപ്പോൾ ദേ ഇന്ന് നല്ല അടിപൊളി ഗീ ഒക്കെ ഇട്ട് ഗീ റോസ്റ്റിൻ്റെ അകത്ത്, അതായത് ദോശയല്ല തിന്നായിട്ടാണ് ഞാൻ പരത്തി, എന്നിട്ട് അതിനകത്ത് നെയ്യൊക്കെ ഇട്ട് ദേ മസാല സെറ്റ് ചെയ്തു. ഇത് നമ്മുടെ ലിഡ്ലിയിൽ നിന്ന് വാങ്ങിച്ച 7.5 കിലോൻ്റെ ആ ഒരു പൊട്ടച്ചുണ്ടല്ലോ, അതാണ്. അപ്പോൾ പല പല സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ ചമ്മന്തിയുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുള്ളവർ പറയട്ടെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്താണെന്ന് പറയുക, ഈ ഒരു മസാല ദോശ, അതിൻ്റെ കൂടെ നല്ല എരിവുള്ള ഈ തേങ്ങ ചമ്മന്തി, അതുപോലെ ടൊമാറ്റോ ആ ഒരു ചട്നി ഉണ്ടല്ലോ, അതും സാമ്പാറൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നല്ല അടിപൊളി ചൂട് കോഫി അല്ലെങ്കിൽ ചായ ഇങ്ങനെ കുടിക്കാം. കട്ടൻ കാപ്പി ആണെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ ഡിന്നറാട്ടോ, ശരിക്കും ഏർലി ഡിന്നറാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് കഴിക്കാൻ പറ്റും. എൻ്റെ ഫേവറേറ്റ് ഈ ഒരു മസാല ദോശ എന്ന് പറയുന്നത് ശരവണ ഭവൻ അല്ലെങ്കിൽ ആനന്ദ ഭവനിലാണ്. നിങ്ങൾ ഏത് സ്ഥലത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിൽ ഇത്ര അടിപൊളി ടേസ്റ്റ് ഉള്ള ദോശ കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവല്ലോ, അത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. മസാല ദീ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് മസാല ദോശ. ആണോ? വേറെ ഒന്നും ഞാൻ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഫാൻസ് കമന്റ് ചെയ്ത് പറയാം, അതുപോലെ ഫേവറേറ്റ് സ്പോട്ടും പറയാം കേട്ടോ.